അമേരിക്കയെ ലക്ഷ്യമിട്ട് ആണവ ബോംബ് വിക്ഷേപിക്കാനായി അത്യാധുനിക മിസൈൽ ഉത്തര കൊറിയ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പെന്റഗണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ പെന്റഗൺ ഈ കാര്യം സ്ഥിരീകരിക്കുകയും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയ ന്യൂക്ലിയർ ബോംബ് മിസൈൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് സാരം. ഉത്തര കൊറിയൻ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉൻ അമേരിക്കയെ തന്റെ ഏറ്റവും വലിയ ശത്രു രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ കിം ജോങ് ഉന്നിന് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഈ ഇടയ്ക്ക് അമേരിക്ക കിം ജോങ് ഉന്നിനെ മെരിക്കാനായിട്ടൊരു ശ്രമം നടന്നെങ്കിലും അത് വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത്. കാരണം കിം ജോങ് ഉൻ ഏകാധിപതിയാണ്. കിം ജോങ് ഉൻ അമേരിക്കയ്ക്ക് വഴങ്ങില്ല. എന്നാൽ ഇന്ത്യ ഇപ്പോൾ നോർത്ത് കൊറിയയുമായി ഒരു ബന്ധത്തിനായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അമേരിക്കയിൽ എവിടെയും ആക്രമണം നടത്താൻ ഉത്തര കൊറിയ പദ്ധതി ഇടുന്നുണ്ട്. അതിനായിട്ടുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ, ബാലിസ്റ്റിക് മിസൈലുകളുടെ പരമ്പര തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നോർത്ത് കൊറിയ ആരംഭിച്ചിട്ടുണ്ട് എന്നുമാണ് പെന്റഗണിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ മിസൈൽ ഉപയോഗിച്ച് അമേരിക്കയിലെ ഏത് സ്ഥലത്തും അവർക്ക് വളരെ വേഗത്തിൽ പറന്നെത്താനായി സാധിക്കും, ആക്രമിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അമേരിക്കയ്ക്കെതിരെ ഉത്തര കൊറിയ ആണവാക്രമണം നടത്തുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആണവ ആക്രമണം നടത്താൻ ശേഷിയുള്ള മിസൈലുകൾ കിം ജോങ് ഉന്നിൻ്റെ ഭരണകൂടം നിർമ്മിക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഉത്തര കൊറിയയുടെ ഖര ഇന്ധന പ്രൊപ്പല്ലന്റ് രൂപകൽപ്പന കിം ജോങ് ഉന്നിന് അമേരിക്കയെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആക്രമിക്കാൻ കഴിയുമെന്ന് ജനറൽ ഗ്രിഗറി ഗില്ലറ്റും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒക്ടോബറിൽ ഉത്തര കൊറിയ ഒരു മിസൈൽ പരീക്ഷിച്ചിരുന്നു. ഹ്വസോങ് 19 ICBM പരീക്ഷിച്ചതായാണ് US ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇതിന്റെ വെളിച്ചത്തിൽ പോങ്യാങ്ങിന്റെ പ്രസ്താവന ഉത്തര കൊറിയ ഗവേഷണ വികസന ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാനും ധാരാളം മിസൈലുകൾ നിർമ്മിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് ഉത്തര കൊറിയയെ പേടിയാണോ എന്ന വലിയൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉത്തര കൊറിയയെ അമേരിക്ക തൊട്ട് കളിക്കാത്തത് എന്നുള്ളത് കൊണ്ടാണ്. യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന ഉത്തര കൊറിയൻ സൈനികർക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്താനുള്ള കഴിവുണ്ട്. അവർക്ക് ഏത് പരിധിയും മറികടക്കാൻ കഴിയുമെന്ന് US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് അമേരിക്ക ആശങ്കാകുലരാണ് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. മിസൈലുകൾ ഉത്തര കൊറിയ തുടർച്ചയായി പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് US ഇന്തോ പസഫിക് കമാൻഡ് മേധാവി അഡ്മിറൽ സാമുവൽ പാപ്പാറോ നവംബറിൽ നടന്ന ഒരു സ്ഥാപന പരിപാടിയിൽ പറഞ്ഞിരുന്നു. എന്നാലും ഉത്തര കൊറിയ ICBM ശേഷി നേടിയിട്ടുണ്ടെന്നുള്ളത് നിലവിൽ US പക്കൽ തെളിവുകളൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഉത്തര കൊറിയ അമേരിക്കയെ ആക്രമിക്കാൻ പ്രാപ്തമായി കഴിഞ്ഞു എന്ന വമ്പിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ പെന്റഗണ് ലഭിക്കുമ്പോൾ അമേരിക്കയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെന്റഗൺ. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.